ആയൂരിൽ നിന്ന് അബിഗേലിനെ തട്ടിക്കൊണ്ടുപോയ സംഭവം കേരളത്തിലെ കോളിളക്കം സൃഷ്ടിച്ച സംഭവമായിരുന്നു. അതിൽ ഉൾപ്പെട്ട പത്മകുമാറിനെയും ഭാര്യയും മകളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിച്ചവരെ അന്വേഷണം ഏകദേശം തീരാറായി. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് പല സംശയങ്ങളും ഇന്നും ബാക്കി നിൽക്കുകയാണ്. അതിനകത്ത് അബിഗേലിനെ കാറെ പിടിച്ച് വലിച്ചു കയറ്റി ഇട്ട് കൊണ്ടുപോയത് ആ കാറിൽ 3 പുരുഷന്മാരും ഒരു സ്ത്രീയുമാണ് എന്ന് അബിഗേലിൻ്റെ സഹോദരൻ ജോനാഥൻ അന്നേ പറഞ്ഞു. അതെല്ലാം നമ്മൾ മനഃപ്പാഠം ആക്കി വച്ചിരിക്കുകയാണ്. പിന്നീട് പത്മകുമാറും ഭാര്യയും മകളും 3 പേര് അവരാണ് കൊച്ചിനെ വലിച്ച് കാറിനകത്ത് ഇട്ടത് എന്ന് പറയുന്നത്. പത്മകുമാറിൻ്റെ ഭാര്യ അനിതാകുമാരി അങ്ങനെ ഒരു കൊച്ചിനെ വലിച്ചു കയറ്റി അകത്തോട്ടിടാൻ 2 കുട്ടികളെ വലിച്ചു കയറ്റി ഇടാനായിരുന്നു ശ്രമിച്ചത്. അതിനുള്ള ശക്തി അവർക്കില്ല. അതൊരു അവിശ്വസനീയമായ സ്റ്റേറ്റ്മെൻ്റായിട്ടാണ് ഞാൻ ഇന്നും കരുതുന്നത്. അതിനുശേഷം അവർ തന്നെയാണ് വലിച്ചിട്ടതെന്ന് പറഞ്ഞ് പോലീസ് അത് വിശ്വസിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും യുക്തിസഹമായ ഒരു ആൻസറല്ല പത്മകുമാറും ഭാര്യയും മകളും പറയുന്നത്. നമുക്കറിയാം, അദ്ദേഹത്തിന് ഒരു ഫാം ഹൗസ് ഉണ്ട്. ആ ഫാം ഹൗസിൽ കുറേ പാവകളുടെ കൂട്ടം കണ്ടു, കുറേ കൊച്ചു കുട്ടികളുടെ ചെരുപ്പിൻ്റെ കൂട്ടം കണ്ടു. അവിടെ 4 പശുക്കളും 2 കാളകളും ഉണ്ട്. അവിടെ പഴയൊരു വീടുണ്ട്. അതിൻ്റെ പിന്നിൽ ഷീറ്റിട്ട ഒരു ഷെഡുണ്ട്. അതിൻ്റെ പിന്നിൽ ഒരു ഓടിട്ട വീട് ഉണ്ട് എന്ന് പറയുന്നു. ഏതായാലും ആ പത്മകുമാറിൻ്റെ വീട് ആ ചാത്തന്നൂർ വീട്ടിൽ കൊണ്ടുപോയി എന്ന് കുട്ടി പറയുന്നുണ്ടെങ്കിലും ഓടിട്ട വീട് ഫാം ഹൗസിലെ ആണോ വേറെ ഏതെങ്കിലും ആണോ അന്നും ഇന്നും സംശയം തന്നെ. അതിനൊരു ക്ലാരിറ്റി ഇല്ല. ഏതായാലും അന്വേഷണം വളരെയധികം അഡ്വാൻസ് ചെയ്ത് പോലീസ് മുന്നോട്ട് പോയി 90 ദിവസത്തിനകം ചാർജ് ഷീറ്റ് കൊടുക്കും എന്നാണ് പറയുന്നതെങ്കിലും യുക്തിസഹമായ ഒരു അന്വേഷണം ഇതിൻ്റെ അകത്ത് നടന്നിട്ടില്ല. താന് ഭാര്യയും മകളും കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അവരിൽ നിന്ന് പണം ഈടാക്കാനാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും കുട്ടികളെ കണ്ടെത്തിയതെല്ലാം സാമാന്യ വീടുകളിലും വലിയ പണം കൊടുക്കാൻ കഴിവില്ലാത്തവരുമൊക്കെ തന്നെ. അത് എങ്ങനെയാണ് അവരുടെ പ്ലാന് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ആ വീട്ടുകാരും സമീപത്തുള്ളവരും കേരളം മുഴുവൻ സടകുഴഞ്ഞ് എഴുന്നേൽക്കും എന്ന് ഇവർക്കറിയാം. അങ്ങനെ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പണം സമ്പാദിക്കാൻ കഴിയും എന്ന് പറയുന്നത് അത് വിശ്വസിക്കുന്ന ഒരു മൂഢസ്വർഗത്തിലാണെന്നേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു കഥ ചിലവാവില്ല. ഏതായാലും പോലീസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഇതിന് പോലീസ് ഇനി ചെയ്യേണ്ടത് ആ ഫാം ഹൗസ് 8 വർഷം മുമ്പ് വാങ്ങിച്ചു. അതിനുള്ള പണം എവിടെ നിന്ന് കിട്ടി കൃത്യമായി അത് കണ്ടെത്തണം. അയാളുടെ വീട് പണിയാനുള്ള പണം എവിടെ നിന്ന് കിട്ടി ആ കണക്കുകൾ അതിൻ്റെ എക്കണോമിക്സ് കൃത്യമായിരിക്കണം. ഇനി അതിന് പൊരുത്തക്കേട് ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ എങ്ങനെ പണം ഉണ്ടാക്കി? അതുകൊണ്ട് അത് ചില സംശയങ്ങളാണ് വരുന്നത്. ഇയാൾക്ക് ക്രിമിനൽ സംഘമായിട്ടും ഗുണ്ടാ സംഘങ്ങളുമായിട്ട് ബന്ധമുണ്ട് എന്ന് തുടക്കം മുതലേ നമ്മളെപ്പോലുള്ളവർ പറയുന്നുണ്ട്. ആ ഓപ്പറേഷൻ രീതി വെച്ച് നോക്കുമ്പം അത് മറ്റ് ഗുണ്ടകളുടെ സഹായത്തോടു കൂടി തന്നെയാണ് ഫസ്റ്റ് പാർട്ടി കേസിൻ്റെ കുട്ടിയെ തട്ടിയെടുത്ത് കാറിൽ കൊണ്ടുപോയി ഇവർക്ക് കൊണ്ടുപോയി കൊടുത്തത്. അതിന് അവിടെ അടുത്തുള്ള ഒരു പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ രാത്രി ഇവരെ കണ്ടു, നീലക്കാറും വെള്ളക്കാറും കണ്ടു. അതിൻ്റെ പിന്നിൽ 3-4 ബൈക്കുകൾ കണ്ട്. വെള്ളക്കാരൻ്റെ അടുത്ത് നീലക്കാറിൽ നിന്ന് 1-2 പേര് ഇറങ്ങി അവരുമായിട്ട് സംസാരിക്കുന്നത് കണ്ടു. അദ്ദേഹം അത് ഉണ്ടാക്കി പറയേണ്ട ഒരു ആവശ്യമില്ല. അതിൻ്റെ പിന്നിൽ എന്താണ് ആ മുഴുവൻ ആൾക്കാരെയും കണ്ടെത്തണം. ആ ബൈക്ക് വന്നവരെ മുഴുവൻ കണ്ടെത്തണം. ഫാം ഹൗസിലെ ഷീബ എന്ന ഒരു സ്ത്രീ ആ മൃഗങ്ങളെയും അവിടെയുള്ള എല്ലാത്തിനെയും നോക്കുന്ന ആ സ്ത്രീയെ
ഒരു ഭീഷണി ഫോൺ കോൾ വന്നു. അതിനുശേഷം അവരുടെ ഭർത്താവിൻ്റെ അനിയനെയും അവർ ബൈക്കിൽ പോയപ്പോൾ രാത്രി തടഞ്ഞു നിർത്തി ഓട്ടോയിൽ നിന്ന് 4 പേർ ഇറങ്ങി അവരെ വെട്ടി, അവരെ അറസ്റ്റൊക്കെ ചെയ്തു. എന്താണ് ഷീബയോടുള്ള വൈരാഗ്യം, അവരുടെ ഭർത്താവിനുള്ള വൈരാഗ്യം? അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം കേസ് വളരെ ദുരൂഹതയേറുകയാണ്. എന്തായാലും പോലീസ് ഈ ദുരൂഹത നീക്കിയേ പറ്റൂ. അതുകൊണ്ട് പോലീസ് നായയുടെ സേവനം ഫാം ഹൗസിൽ കിട്ടണം. ഇനി ഫാം ഹൗസിൻ്റെ മുക്കിലും മൂലയിലും പോലീസ് നായയെ കൊണ്ടുപോയി മണ്ണിനടിയിൽ എന്തെങ്കിലും പ്രതീക്ഷിക്കാത്ത സാധനങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. അത് ഈ കേസിന് വളരെ അനിവാര്യമായ കാര്യമാണ്. ആ ഫാം ഹൗസിനുള്ള 8 വർഷം മുമ്പ് എങ്ങനെ പണം ഉണ്ടായി എന്നുള്ളത് പ്രസക്തമാണ്. അവിടെയുള്ള പഴയ കെട്ടിടങ്ങളും മണ്ണിനടിയിലും അവിടെയുള്ള കുളമുണ്ടെങ്കിൽ ആ കുളങ്ങൾ എല്ലാം വെള്ളം വറ്റിച്ച് അത് മുഴുവൻ പരിശോധിക്കണം. അതിനകത്തുനിന്ന് എന്തെല്ലാം ലഭിക്കുമെന്ന് ഇനി കണ്ടെത്തണം. നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് പോലീസ് നായയുടെ സേവനം DYSP ജോസഫ് അദ്ദേഹം ഈ കേസിനകത്ത് ഇനി അതിൻ്റെ സേവനം ഉപയോഗിക്കണം. ആ ഫാം ഹൗസ് കംപ്ലീറ്റ് പോലീസ് സ്മെല്ല് ചെയ്ത് അവിടുത്തെ മുഴുവൻ കാര്യങ്ങളും അതിൻ്റെ പുറത്തും മണ്ണിനടിയിലും ഉള്ള കാര്യങ്ങളിലേക്ക് പോകണം. അതിനകത്ത് കുളവോ അതിനകത്ത് കിണറോ ഉണ്ടെങ്കിൽ അത് വറ്റിച്ച് അതിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ ലഭിക്കുമെന്ന് നമുക്ക് നോക്കണം. അങ്ങനെയുള്ള കാര്യത്തിലേക്ക് സമയമെടുത്തും ഈ കേസിൻ്റെ അന്വേഷണം പൂർത്തിയാക്കി ചാർജ് കൊടുത്താലും ഈ അന്വേഷണം നടത്തുന്നതിന് യാതൊരു അപാകതയുമില്ല. ഒരു കേസിൻ്റെ എവിഡൻസ് ക്ലോസ് ചെയ്യുന്നിടം വരെ പോലീസ് ഉദ്യോഗസ്ഥൻ കുറ്റച്ചാർജ് കൊടുത്താലും ആ കേസിൻ്റെ അന്വേഷണം തുടരാം. അതിനുള്ള നിയമവ്യവസ്ഥകളുണ്ട് ഇന്ത്യയിൽ. അതുകൊണ്ട് കുറ്റച്ചാർജ് കൊടുത്തുകൊണ്ട് അന്വേഷണം തീരുന്നില്ല. അന്വേഷണം തീരുന്നത് കോടതി അത് ട്രയൽ നടത്തി. എന്നാണ് ട്രയൽ നടത്തിയത് അന്ന് കോടതി എവിഡൻസ് ക്ലോസ് ചെയ്യും. അതുവരെ അന്വേഷിക്കാനുള്ള അധികാരം, അവകാശം, റൈറ്റ് നിയമപരമായി പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. അതുകൊണ്ട് പ്രതികൾ ചാടിപ്പോകാതിരിക്കാൻ അല്ലെങ്കിൽ ജാമ്യത്തിൽ പോകാതിരിക്കാൻ അവർക്ക് 90 ദിവസത്തിനകം ചാർജ് ഷീറ്റ് കൊടുത്തോ. പക്ഷേ വളരെ സ്ലോ ആയിട്ട് ആ ഫാം ഹൗസിലെ അവിടുത്തെ പരിശോധന കൃത്യമായി തുടരണം. അത് കുറ്റച്ചാർജ് കൊടുക്കുന്നതുമായിട്ട് കണക്ട് ചെയ്യേണ്ട. അതിനകത്ത് കംപ്ലീറ്റ് സംശയകരമായ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ആ രീതിയിൽ അതിൻ്റെ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് ഞാൻ കരുതുന്നത്.